പലർക്കും ഐഫോൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് ചൈനയായിരിക്കും. കാരണം ഈ ഫോണിന്റെ നിർമ്മാണത്തിന്റെ ഭൂരിഭാഗവും അവിടെയാണ് നടന്നിരുന്നത്. എന്നാൽ ഇനി കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഐഫോൺ എന്ന് കേൾക്കുമ്പോൾ ചൈനയ്ക്ക് പകരം ഇന്ത്യ എന്നായിരിക്കും പലരുടെയും മനസ്സിലേക്ക് വരുന്നത്. കാരണം ഐഫോണുകളുടെ നിർമ്മാണത്തിൽ ചൈനയെ വെല്ലാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. പുതിയ കണക്കുകൾ പ്രകാരം ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്ന ഓരോ 5 ഐഫോണുകളിലും ഒരെണ്ണം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതായിരിക്കും. വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ 60% വമ്പിച്ച വർധനവാണ് ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2024 മാർച്ച് മുതൽ 2025 മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ $22 ബില്യൺ മൂല്യമുള്ള ഐഫോണുകളാണ് നിർമ്മിച്ചത്. ഇത് മുൻ വർഷത്തേക്കാൾ 60% വർധനവാണെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യയിൽ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഫാക്ടറികളിലാണ് ഐഫോണുകൾ പ്രധാനമായും നിർമ്മിക്കുന്നത്. പ്രത്യേകിച്ച് ഫോക്സ്കോണിന്റെ വലിയ യൂണിറ്റുകൾ ഇവിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ ടാറ്റ ഇലക്ട്രോണിക്സ്, വിസ്ട്രോൺ, പെഗാട്രോൺ തുടങ്ങിയ കമ്പനികളും ആപ്പിളിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഉയർന്ന നിലവാരമുള്ള ടൈറ്റാനിയം മോഡലുകളുടെ ഐഫോണുകളും ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നു എന്നതാണ്. ചൈനയിൽ നിന്ന് വരുന്ന നിരവധി ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക കനത്ത തീരുവ ഏർപ്പെടുത്തുന്നതിൽ വലിയ നഷ്ടമാണ് ആപ്പിളിനുണ്ടാക്കിയത്. അത്തരമൊരു സാഹചര്യത്തിൽ ചൈനയിൽ നിന്ന് മാറി ഇന്ത്യയിലെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് കമ്പനി എന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇതുതന്നെയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഐഫോണുകൾ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിൽക്കുന്നത്, മറിച്ച് വലിയ അളവിൽ വിദേശത്തേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2025 മാർച്ചോടെ ഏകദേശം $17.4 ബില്യൺ, അതായത് $1.5 ട്രില്യൺ മൂല്യമുള്ള ഐഫോണുകൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തു. അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ ഇപ്പോൾ ലോകമെമ്പാടും വിൽക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ. ഇതിനു മുൻപും കൊറോണ കാലത്ത് ലോക്ഡൌൺ, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ചൈനയ്ക്ക് നേരിടേണ്ടി വന്നു. അന്നും ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണത്തിൽ ആപ്പിൾ അതിവേഗ വളർച്ച കൈവരിച്ചിരുന്നു. ആ സമയത്ത് നിരവധി കമ്പനികൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറിയിരുന്നു. അത് ചൈനയുടെ അവസ്ഥ കൂടുതൽ വഷളാകാനും കാരണമായി. അതിനുശേഷം ആപ്പിൾ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി. പിന്നീട് അമേരിക്ക ചൈനയ്ക്ക് മേലുള്ള താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ ആപ്പിളിന്റെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിച്ചു. ഇപ്പോൾ ആപ്പിളിന് ഇന്ത്യ ശക്തമായ ഒരു ഓപ്ഷനായി മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.